എന്താ ഹലോ ഹായ് എന്തൊക്കെ. അപ്പോൾ റംസാനിൻ്റെ ഏകദേശം ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നുള്ളത്, വൈകുന്നേരത്തെ റംസാനിൻ്റെ. അപ്പോൾ ദാ സമൂസക്കുള്ള പരിപാടിയാണ്. ഇന്ന് നേരത്തെ തന്നെ കുറച്ച് നേരത്തെ പണി തുടങ്ങിയിരിക്കുകയാണ്. കാരണം വാർപ്പിൻ്റെ മുകളിൽ കുറേ ചപ്പ് നിറഞ്ഞിട്ടുണ്ട് റബ്ബറിൻ്റെ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതൊന്നും വെള്ളം പോകണില്ല, അങ്ങനെ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയും വേണം. വൈകുന്നേരത്തിനുള്ള സാധനങ്ങൾ ചായയും കടിയൊക്കെ ആക്കിയിട്ട് വേണം മേലെ കയറാൻ. സമൂസക്കുള്ള പരിപാടിയാണ്. ക്യാരറ്റും ബീട്രൂട്ടും കുറച്ച് ബീൻസും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ശരിയാക്കി എടുക്കുക. കടിയായിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറി ആക്കി വെച്ചിട്ടുണ്ട്, പിന്നെ വെള്ളവും എണ്ണക്കടിയായിട്ട് സമൂസയും. അത് തന്നെയാണ് ഇന്നത്തെ നോമ്പ് തുറക്കലിന് അൽഹംദുലില്ലാ. പിന്നെ കുറച്ച് തരിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ. റംസാനായിട്ട് ഞാൻ അങ്ങനെ തരിക്കഞ്ഞൊന്നും ഉണ്ടാക്കലില്ല. ഒരു 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളുടെ ബാലൻസും കൂടി ഉണ്ട്, അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇന്ന് ചെറിയൊരു കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അധികം തരിയൊന്നും കുടിക്കൂലല്ലോ, വെള്ളവും എണ്ണക്കടിയൊക്കെ കഴിച്ചാൽ പിന്നെ തരി കുടിക്കൊന്നുമില്ല. അപ്പം പിന്നെ അങ്ങനെയൊക്കെ സമൂസൻ്റെ സാധനങ്ങളൊക്കെ വേവിച്ചെടുത്തേക്കാണ്. ഒരു കുറച്ച് എണ്ണയും 2 കയ്യിൽ വെള്ളവും പാടെ കൂട്ടിയിട്ട് അങ്ങനെ ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കലാണ് ഞാൻ. ഇത് ജൗവരിയാണ് കേട്ടോ. ജൗവരി ഞാൻ എണ്ണയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലോ അങ്ങോട്ട് വറുത്തെടുക്കലാണ്. അപ്പോൾ പിന്നെ വേഗം അത് ബോളായിട്ട് അങ്ങനെ വന്നോളൂ. ചിലർ വെള്ളത്തിലൊക്കെ തിളപ്പിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും. ഇപ്പോൾ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. പിന്നെ കറി ഞാൻ വെച്ചിട്ടുണ്ട്, ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സമൂസയും കൂടി പൊരിച്ചെടുത്താൽ മതി. സമയമൊന്നും ആയിട്ടില്ല, സമയം ഇനിയുണ്ട്. അപ്പം ഇനി മേലൊക്കെ നമുക്ക് വറുപ്പുമ്പത്തെ പണിയും കൂടി കഴിയുമ്പോഴത്തേന് ശരിയായിക്കോളും. സമൂസൻ്റെ ഷീറ്റ് മടക്കുമ്പോൾ ചിലപ്പോൾ ശരിക്ക് വരും, കറക്റ്റായിട്ട് ത്രികോണം പോലെയൊക്കെ വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഷേപ്പൊക്കെ മാറും. ശരിയായിട്ട് മടക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എണ്ണയൊന്നും അതിൻ്റെ ഫില്ലിങ്സിൽ കൂടെ ആവാതെ ശരിക്കും പൊരിച്ചെടുക്കുക. ഇപ്പോൾ പിന്നെ സമൂസ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോഴല്ലേ കിട്ടലുള്ളൂ. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയിട്ട് ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുക. അപ്പോൾ അത് ആ ഷീറ്റ് മടക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ അതൊക്കെ പൊരിച്ചൊക്കെ അവിടെയൊക്കെ അടച്ച് വെച്ചൊക്കെ റെഡിയാക്കിയിട്ട് ഇപ്പോൾ മേലേക്ക് കയറിയിരിക്കുകയാണ്. വീടിൻ്റെ മേലെ വെള്ളം പോണ സൈഡിൽ കൂടെയൊക്കെ ചപ്പ് നിറഞ്ഞിട്ട് അത് ഇലകളൊക്കെ പൊടിഞ്ഞിക്കണം. എല്ലാ ഹോളിൻ്റെ സൈഡിലും വെള്ളം വരുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ ഇലകളും വന്നിട്ടേ ഇപ്പോൾ വെള്ളം പോവാതെ ആയി. മേലെ റബ്ബറായതുകൊണ്ട് ആ ഇല ഇങ്ങനെ വന്ന് വീഴും. അത് കൂടെ ഇട്ട കിട്ടൂല കേട്ടോ, ഉള്ളിൽ കൂടെ കൊണ്ടുപോവാ. ചൂല് ഇതിൽ കുടുങ്ങും. അപ്പം അത് കൂടെ കൊണ്ടുപോവാ, അത് കൂടെ കൊണ്ടുപോവാ. ഷീറ്റും ഇറങ്ങാൻ പറ്റില്ല, ഷീറ്റ് പൊട്ടുള്ളേ. അത് കൂടെ കൊണ്ടുപോവാ, ഉള്ളിൽ കൂടെ കൊണ്ടുപോവാ. ഈ മറ്റേ ഇങ്ങനെ തിരിച്ചുമ്പോൾ ഒരു കടവയാണ് തിക്കട് ഇങ്ങനെ ചാടിയാണ്. ഇങ്ങനെ തിരിയുമ്പോൾ സൈഡ് ഫുള്ളായിട്ട് അടിച്ചു വാരി എടുത്തിട്ടോ. ചപ്പൊക്കെ ഇങ്ങോട്ട് നനഞ്ഞിട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞിക്കുകയാണ്. ഞാൻ അവിടെ അടിച്ചു വാരി എടുത്തപ്പോഴത്തേന് ഫുള്ള് ഒരു കോരിയിട്ട് ഈ സൈഡൊക്കെ ഇട്ടുകൊണ്ടു നോക്കുമ്പോൾ താഴത്തേക്കല്ല വീണിക്കണ്, അടുത്ത ഷീറ്റുമ്മൊക്കെ വീണിക്കണ്. അവിടെ നിന്ന് കോരിയിട്ട് നേരെ ഷീറ്റുമ്മൊക്കെ ഇട്ടിക്കണത്. ഇനി ഷീറ്റുമ്മ സാധാരണ ഇറങ്ങലില്ല, ചെറിയ ഷീറ്റാണ്. ഇനിയിപ്പോൾ ഇതിന്ന് തട്ടിപ്പോവാൻ ആ പൈപ്പ് എടുത്തിട്ട് തള്ളി വിട്ടിട്ട് വേണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ചപ്പ് ഇനി വീടിൻ്റെ ഹോളിൽ കൂടെ റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പകുതി പണി ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇത് ക്ലീൻ ആക്കി എടുക്കണം.
ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീശിയിട്ടാണ് അപ്പുറത്തേക്ക് ഇട്ടാൽ മതി. ഫുള്ള് മേലെ റബ്ബറിൻ്റെ ഇലയല്ലേ. ഇനി ഒരു സൈഡും കൂടി ഉണ്ട്. ഇത്തിരി കുറച്ച് നേരത്തെ പണിയും കൂടി ഉണ്ടാകും. ചപ്പൊക്കെ ഇങ്ങോട്ട് പൊടി ആയിക്കണു, ഇലകളൊക്കെ ഇങ്ങോട്ട് പൊടിഞ്ഞിക്കണു. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം ഡെയിലി മഴ ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ മഴ പെയ്യും. അപ്പോൾ നല്ല മഴയാണ്. പെയ്യണ മഴയൊക്കെ നല്ല മഴയായിട്ടാണ് പെയ്തിക്കണം. അപ്പോൾ ഫുള്ള് വെള്ളം ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ 2-3 തവണയായിട്ട്. ഏകദേശമൊക്കെ ഇപ്പോൾ മറ്റേ 2-3 സൈഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു സൈഡും കൂടി തന്നെ ഉള്ളൂ കേട്ടോ. ഇത് ഞങ്ങളുടെ ടാങ്കി 750ൻ്റെ ടാങ്കിയാണ്. ഇത് കിച്ചൻ്റെ മേലായിട്ടാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ കുഴൽ കിണറാണ്, സാധാ കിണറല്ല ഞങ്ങൾക്കുള്ളത്, കുഴൽ കിണറാണുള്ളത്. ഫിൽറ്റർ വെക്കുകയാണെന്ന് വെച്ചാൽ നല്ല വൃത്തിയിലുള്ള വെള്ളം കിട്ടും. ഫിൽറ്റർ ഇപ്പോൾ ഇതുവരെ വെച്ചിട്ടില്ല. പിന്നെ കുഴൽ കിണറത്തെ വെള്ളം ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ, അതിൻ്റെ ടേസ്റ്റിനും മണത്തിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സാധാ കിണറ്റത്തെ വെള്ളം ആണെങ്കിൽ നല്ല ടേസ്റ്റിൽ ദാഹം മാറും. ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കുടിച്ചിട്ട് അങ്ങനെ ശീലമായി. ഞങ്ങളെല്ലാത്തിനും ഇപ്പോൾ തന്നെ ഉപയോഗിക്കൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടാങ്ക് ഇങ്ങനെ ക്ലീനാക്കി കൊടുക്കലാണ്. അപ്പോൾ ചപ്പൊക്കെ അടിച്ച് വൃത്തിയാക്കി ഒക്കെ ഫിനിഷ് ചെയ്തിക്കണു. ഇനി അടിയിൽ ഇതിൻ്റെ ചളി നിന്ന കാരണം ടാപ്പൊന്ന് തുറന്ന് വിട്ടിക്കുകയാണ്. കുറച്ച് ചളി പോയാൽ ഒരു വൃത്തിയാകുമല്ലോ ഒന്നും കൂടെ. ബാക്കിയൊക്കെ മഴ പെയ്യുമ്പോൾ ഇനി ശരിയായിക്കോളും. ടാപ്പൊന്ന് തുറന്ന് വിട്ടിക്കുകയാണ്. ചപ്പ് ഇങ്ങോട്ട് അടഞ്ഞിട്ട് ചില ഭാഗങ്ങളിൽ ഇങ്ങോട്ട് പറ്റം ഇങ്ങോട്ട് ചളിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ 4 ആണുമ്പാടെയാണ് കേട്ടോ അതൊക്കെ ചെയ്തെടുക്കണത്, ഒറ്റയ്ക്കല്ല. പിന്നെ മക്കൾ പിന്നാലെ കൂടും. എന്തിനും ഓൾക്ക് പറ്റണ പോലെയൊക്കെ എന്നെ സഹായിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളിലാണെങ്കിലും അടിച്ചു വാരുക, അങ്ങനെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുക, ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് ഓല് കേൾക്കും. പിന്നെ ഇതൊക്കെ ഒരു കൂടെ കൂടുന്നത് ഓൽക്കൊരു രസം കൂടി ആയിട്ടാണ്, ഒരു കളിയാണ്. ഇന്നെൻ്റെ കാര്യം നടക്കും, അവർക്കൊരു കളിയും കൂടി ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വാർപ്പൊക്കത്തേക്ക് കുറച്ചൊക്കെ ചളി തട്ടിക്കളഞ്ഞേക്കണം. ഇനി ബാക്കി മഴ പെയ്യുമ്പോൾ അങ്ങനെ വൃത്തിയായി കിട്ടിക്കോളും. അത് പതുക്കനെ എടാ അത് അവിടേക്ക് പോട്ടെ, ഇങ്ങോട്ട് അടിച്ചിതാക്കണ്ട. ചെരുപ്പിട്ടിട്ട് കാലി കഴുകുക. ഞങ്ങളുടെ പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരാൾ പള്ളിക്കൊക്കെ പോയി, വലിയവൻ പള്ളിക്കൊക്കെ പോയിക്കാണ്. ഇനി ഞങ്ങൾ 3 ആളുള്ളൂ ഇവിടെ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായി, ഒക്കെ വൃത്തിയായി അൽഹംദുലില്ലാ. ഇനി ടാങ്കിയും കൂടി ഒന്ന് കഴുകാണ്ട്, അത് ഇനി പിന്നെ ഒരു ദിവസം കഴുകാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായി ഞങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.